അത് വരാലോ. ശാരദാമ്മയ്ക്ക് എപ്പോ എന്നെ കാണണമെന്ന് തോന്നിയാലും എനിക്കെപ്പോ ശാരദാമ്മയെ കാണണമെന്ന് തോന്നിയാലും ഞാനിങ്ങി വരില്ലേ? ഒന്ന് ഫോൺ ചെയ്താൽ മാത്രം മതി. ഞാൻ എന്റെ മക്കളെ പോലെ നൂറിനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് നൂറ് തന്നിരിക്കുന്നത് ഒരമ്മയുടെ സ്ഥാനമല്ലേ അല്ലേ? അതിലൊരു സംശയമില്ല, അങ്ങനെ തന്നെയാ. എന്നാ ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം മോളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുക മാത്രമല്ല, അതുപോലെ പ്രവർത്തിക്കുകയും വേണം. എന്താ ശാരദാമ്മേ, എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ? മറ്റൊന്നുമല്ല, അന്ന് രാത്രി നിന്നെ കാണാൻ നസീർ ഇവിടെ വന്നില്ലേ, നിന്റെ മാമന്റെ മോൻ? അതെ, അന്നു മുതലാണല്ലോ നസീർക്കെ കാണാതായതും. അന്ന് നൂറിവിടെ വെച്ച് നസീറിനെ കണ്ട കാര്യം ഒരു കാരണവശാലും അനൂപിനോട് പറയരുത്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? അന്ന് ശരിക്കും നസീർക്കയ്ക്ക് എന്താ സംഭവിച്ചത്? അന്നിവിടെ വന്നതിന് ശേഷം നസീർഖാനെ ആരും കണ്ടിട്ടില്ല. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നസീർ എവിടെ പോയെന്നോ, മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അനൂപ് ഇക്കാര്യം അറിയണ്ട. മോളെ, അത് എന്തുകൊണ്ടാന്നൊക്കെ മോക്ക് പിന്നെ മനസ്സിലാവും. ഞാനീ പറയുന്നത് മോള് അനുസരിക്കണം. എന്നാ വാ, കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കാം. വാ. അമ്മ എന്തിനെയോ ഭയപ്പെടുന്നുണ്ടല്ലോ. എന്തായിരിക്കും?